സോ വെൽക്കം ബാക്ക് ഗൈസ്. സോ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഉണ്ട്, പക്ഷെ എനിക്ക് എന്തായത് ഇങ്ങനെ അങ്ങ് ചെയ്യണമെന്നില്ല. അതായത് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യാത്ത ഒരു കറൻസി പേരാണ് GBP USD. ഓക്കെ, സോ ഞാനൊരു 2 weeks ആയിട്ട് നോക്കാറില്ലായിരുന്നു, പക്ഷെ എനിക്ക് എന്തൊരു വെറുതെ ഇരിക്കുമ്പോൾ എന്തൊരു ഒരു ചെറിയ പണി ചെയ്യാലെന്ന് വെച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് എനിക്ക് അത്രയും വരെ ബാക്കിലോട്ട് പോയി 1 minute വരെ നോക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ 26 തൊട്ട് 30 വരെ നമ്മൾ നോക്കും. ഫസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കും, എന്നിട്ട് നമുക്ക് നല്ല ട്രേഡിങ് വല്ല കിട്ടുന്നുണ്ടോ അങ്ങനെ. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഒരു മന്ത്ലി ഹൈ ഇവിടെ ഉണ്ട്. അതായത് സെപ്റ്റംബർ 2025 മന്ത്ലി ഹൈയും ജൂലൈ 2025 മന്ത്ലി ഹൈയും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ആക്ച്വലി ഞാനൊരു വാക്ക് ത്രൂ നടത്തുവാണ് അങ്ങനെ. ഓക്കെ, അല്ല ഞാനിപ്പോൾ ആ ദിവസം ചെയ്യുന്ന എന്താണ് അങ്ങനെ. ഓക്കെ, ജൂലൈ അല്ലേ? ജൂലൈ. ഓക്കെ, ജൂലൈ മന്ത്ലി ഹൈ നമ്മൾ മാർക്ക് ചെയ്തു. മന്ത്ലി ചാർട്ടാണ് കാണാൻ പറ്റുന്നത്. സോ വീക്കിലി പോവാം. ഓക്കെ, നമ്മൾ വിസിബിലിറ്റി ഞാൻ ഇട്ടില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, വീക്കിലി പോവാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഉള്ള ഒരു നല്ല മന്ത്ലി ആദ്യം പോയിട്ട് മന്ത്ലി ഒരു ഇൻവേഷൻ ഫെയർ വാല്യൂ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? കൊള്ളാം. ഈ ഒരു ഇൻവേർഷൻ PPR റേഞ്ച് പോലാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഈ ഒരു ഇൻവേർഷനിലോട്ടും വന്നിട്ടില്ല. ഈ ഒരു എന്താ പറയുക ഫെയർ വാല്യൂ ക്യാപിറ്റൽ ഉണ്ടാക്കിയ നെക്സ്റ്റ് മതം നോക്കാം. കുഴപ്പമില്ല. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൽ സൈഡ് എടുത്തു. ഇവിടെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മണ്ടയ്ക്കോട്ട് കിട്ടി. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വിക്കറ്റ് വന്നു, എന്നിട്ട് പോയി. ഓക്കെ, സോ നോ പ്രോബ്ലം. ഇവിടെ ഒരു ബ്രേക്ക് ഗ്യാപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ ഒരു ബ്രേക്കർ കാണാൻ പറ്റുന്നുണ്ട്. 3 കോൺസിക്യൂട്ടീവ് ഡൗൺ ക്യാൻഡിൽസ് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. പക്ഷേ ഞാൻ ഈ ഒരൊറ്റ വീക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീക്കോ അതിൻ്റെ അടുത്ത വീക്കിലത്തേക്കാണ് ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെക്കാം നമ്മുടെ കീ ലെവൽസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാം. എല്ലാ വീക്കും ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. കാരണം എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഞാൻ GBP മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം എന്നെ ഒരു ഞാനാക്കിയൊരു പെയർ GBP ആണ്. ഓക്കെ, എനിക്ക് ഫോറക്സിൽ ആകെ ഇഷ്ടമുള്ള ഒരു പേര്, ചിലവർക്ക് യൂറോ ആയിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞ GBP മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേര്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. സോ നമുക്ക് ചെറിയ ടൈം ഫ്രെയിം പോയി, ഡെയിലിയിലൊക്കെ പോയി നോക്കാം. നമുക്കൊരു ചെറിയൊരു ഓപ്പണിംഗ് ഗ്യാപ്പ് വന്നിട്ടാണ് പോയത്. സോ നമുക്ക് ആ ഓപ്പണിംഗ് ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഓപ്പണിംഗ് ഗ്യാപ്പ് ഫൈൻ. സോ ഡെയിലി പോയാലേ കാണത്തുള്ളൂ, സാരമില്ല. വേറെ ഒന്നും ഇപ്പോൾ വീക്കിലി അല്ല അതിനെ ചെയ്യാനില്ല. നല്ലൊരു കഴിഞ്ഞ വീക്ക് നല്ലൊരു മൂവ്മെന്റ് അപ്പ് തന്നു. അതിന്റെ കണ്ടിന്യൂഷൻ എന്തുവരെ നടക്കത്തുള്ളൂ ഈ ആഴ്ച. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ച. സോ ആ ഒരു വീക്കിലി ഓപ്പണിംഗ് അപ്പ് നമ്മൾ നോക്കാം, മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വേറെ ഒത്തിരി ഒന്നുമില്ല വീക്കിലി ഓപ്പണിംഗ് അപ്പില്. സോ നമുക്ക് ഡെയിലിയിലാണെങ്കിൽ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ നമുക്ക് അത് ഈ ദിവസം വരുമ്പോൾ നോക്കാം. ഡേറ്റ വേണ്ട, മാർക്ക് ഞാൻ അങ്ങനെ ആ ഒരു ഇതിലങ്ങ് പോകും ചിലപ്പോൾ. ഡെയിലി ഫെയർ വാല്യൂ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ഇത്ര ഹൈ ഒരു നല്ലൊരു ലിക്വിഡിറ്റി, അതായത് മന്ത്ലി ഹൈ ആക്കിയാണ് എടുത്തേക്കുന്നത്. സോ
ഒരു ചെറിയൊരു ഫുൾ ബാക്ക് പ്രതീക്ഷിക്കും. കാരണം അതായത് ഇത്രയും നാള് ഹോൾഡ് ചെയ്തവന്മാര് മണ്ടന്മാരായിരിക്കത്തില്ലല്ലോ. അതായത് കഴിഞ്ഞ വർഷം ഒരു തന്നെ 6 മാസമായിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നവന്മാര് ഐ മീൻ ചെയ്യുന്നവർ. ഓക്കെ, സോ കഴിഞ്ഞ വീക്ക് ഞാൻ ചെയ്തില്ല. എന്റെ മിസ്റ്റേക്ക്. ഞാൻ മിക്കവാറും എല്ലാ വീക്കും ഞാൻ ചെയ്യാൻ നോക്കാം. സോ നമുക്ക് 4 ഹവറിലും 1 ഹവറിലോട്ടും പോകാം. ഓക്കെ, സോ ഈ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ട്രേഡ് ചെയ്തിരുന്നതാണ്. ബിക്കോസ് അല്ലല്ല, മൺഡേ ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്തില്ല. ആ ദിവസം മൺഡേ എന്തോ ഹോളിഡേ എന്തോ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ട്യൂസ്ഡേ തൊട്ട് നോക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് ഇച്ചിരി നല്ലത്. എന്തായാലും 4 ഹവർ ഒന്ന് പോവാം. 4 ഹവർ കണ്ടു. ആ ദിവസം ഒത്തിരി രസമില്ലാതാണ് പോയത്. ന്യൂയോർക്ക് മാത്രം എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു കയറ്റം കയറി പോയിട്ടുണ്ട്. സോ ഇതാണ് ഏഷ്യൻ ഹൈ, ലണ്ടൻ ഹൈ ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മണ്ടയ്ക്ക് പോയി താരെ ക്ലോസ് ആയി. പിന്നെ അക്യുമുലേഷൻ അടുത്ത ദിവസം ലണ്ടൻ നല്ല ഓപ്പൺ ആയിരുന്നു. സെൽ സൈഡ് എടുത്ത് കയറിപ്പോയിട്ടുണ്ട്. ആൻഡ് 9 മണി നല്ലപോലെ കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, ഒരു ദിവസം തന്നെയാണ് ഇതെല്ലാം നടന്നതല്ലേ. ഓക്കെ, 4 ഹവറിൽ വലിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഞാനിപ്പം 1 ഹവറിൽ പോകുമ്പോൾ ഇച്ചിരി ക്ലിയർ ആവും. സോ ഓപ്പണിംഗ് ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. കുറെ അക്യുമുലേഷൻ. 8 മണിക്ക് ചെറിയൊരു മാനിപ്പുലേഷൻ തന്നോന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ, ഇതിന്റെ ലോ എത്ര ഇവിടെ കാണാൻ പറ്റുന്ന നോക്കിക്കാണേ. ലോ 432. ഇതിന്റെ ലോ 432. ഈക്വൽ ലോസ് ആണ്. സാരമില്ല, ഇതിന്റെ ബോഡിയുടെ താഴെ പോയിട്ട് ദാറ്റ് ഈസ് നല്ല ഫൈനാണ്. ഓക്കെ, സോ അവരിൽ നമ്മളൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് മണ്ടയ്ക്കൊണ്ട് പോയി. സാരമില്ല, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നോക്കേണ്ട 6:30 എന്ന് പറയുന്ന ഒരു ടൈം, 7 മണി ടൈം, ആ ഒരു ടൈം ലിമിറ്റിലാണ് നമുക്ക് ബേസിക്കലി നോക്കേണ്ടത്. ഇത് മൺഡേ അല്ലേ, മൺഡേ ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എന്നാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, സോ 15 മിനിറ്റ് പോവാം. 15 മിനിറ്റിന്റെ ബോഡി ക്ലോസിന് താഴെ പോയിട്ടുണ്ട്. ചിലപ്പോൾ യൂറോയും കൂടെ സൈഡ് വൈസ് ഒന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലോയിന്റെ താഴെ നല്ല ഒരു പോയിട്ടുണ്ട്. ഒരു എസ്എംടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇച്ചിരി ഒരു അപ്പായിട്ടാണ് ഇത് കാണുന്നത് അല്ലേ, ആണല്ലോ. 8 മണിന്റെ ക്യാൻഡില്. ഓക്കെ, ഫൈൻ. ഓക്കെ, കറക്റ്റ്. അതെ, നമ്മൾ ചെറിയാണെങ്കിൽ ഒരു എസ്എംടി എന്ന് പറയാൻ പറ്റും. ഈ ലോ എടുത്തത് കൊണ്ട് ഇത് ചെറുതായിട്ട് ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. എൻ്റെ ഇവിടെ ആ ഒരു ഓവർലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ ജസ്റ്റ് അടുത്ത ദിവസത്തേക്ക് ഒന്ന് മെൻഷൻ ചെയ്തിട്ടേക്കുവാണ്. ഞാൻ കാണാൻ പറ്റും എന്താ ആ ദിവസത്തെ ലണ്ടനിലോ ഏഷ്യനിലോ ഇതൊക്കെ വരുമോ നോക്കാം. അപ്പോഴത്തേക്കൊക്കെ നമുക്ക് ഈ ദിവസം ഫോക്കസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നും കാണാൻ വരില്ലെന്ന്. സോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതൊരു 5 മിനിറ്റിന്റെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഫൈൻ. വേറെ കാണാൻ പറ്റുന്ന ഈ ഒരു 3 കോൺസെപ്റ്റ് ഡൗൺ ക്ലോസ് ക്യാൻഡിലും ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്. അപ്പോൾ ഇതെന്താവും, ഒരു ബ്രേക്കർ ആവും, റൈറ്റ്. ആൻഡ് ഇത് വേണമെങ്കിൽ എന്താ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ബ്രേക്കറാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ല, ശരി 1 മിനിറ്റ് അല്ല, 5 മിനിറ്റ്. 5 മിനിറ്റ് ബ്രേക്കർ.
കൺസിഡർ ചെയ്യുക. ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഓക്കെ, നമുക്കിവിടെ ഒരു SMT ഉണ്ട്. അതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് മണ്ടയ്ക്കോട്ടേക്ക് കാണാം. ദാറ്റ്സ് ഫൈൻ. സോ സമയം എത്ര നോക്കട്ടെ, 8:50 ഫൈൻ. പെർഫെക്റ്റ് ടൈമുമാണ്. ഓക്കെ, 1 മിനിറ്റ് പോകുന്നു. മൺഡേ 8:50. ഓക്കെ, ഇവിടെ നല്ലൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്ത് ചെയ്തു, 5 മിനിറ്റ് അവിടെ വന്നു, തിരിച്ച് കയറി പോകുന്നു. നിങ്ങൾ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ. എൻ്റെ വിക്ടറി വരെ വന്നു, ഒരു നല്ല റിജക്ഷൻ. ഐ മീൻ നല്ലൊരു അപ്രോച്ച് കാൻഡിഡേറ്റ്. ഐ മീൻ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് എടുക്കുന്നതിനെക്കാട്ടിലും അതായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. ഇവിടുന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ അടി സ്റ്റോപ്പ് ലോസ് വെക്കുക ഓൾമോസ്റ്റ് 58. ഇതൊരു 2 to 3 hourൻ്റെ ഒരു ടാർഗറ്റും വെക്കാം. ഓക്കെ, 2 to 3 hour. ഓക്കെ ഫൈൻ. വേണ്ട, ഇവിടെ തന്നെ നിങ്ങൾ ടാർഗറ്റ് വെച്ച്, കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അവർലി ഫെയർവാല്യൂ ഗാപ്പ് ഉണ്ടെന്ന്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാർഗറ്റ് 1.6. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് അതല്ല, ഇവിടെ ടാർഗറ്റ് വെക്കുന്ന ഒരു കുഴപ്പമില്ല. ഓക്കെ, അതായത് ഇതാണ് കാണാൻ പറ്റുന്ന വൃത്തിയുള്ള ഒരു ഹൈ. അതായത് ഈ ഒരു ഹൈ വേണമെങ്കിൽ പറയാം, അതാണ് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു ഹൈ. അതായത് നിങ്ങൾ ഇവിടെയൊക്കെ വരുമ്പം, അതായത് ഇവിടെ ടച്ച് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെന്റ് ഒക്കെ എഴുതെങ്കിൽ SL കൊണ്ട് ബ്രേക്ക് ഈവൻ ഇടുക, ബ്രേക്ക് ഈവൻ്റെ ഇച്ചിരി മണ്ടയ്ക്ക് ഇടുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എത്ര പോയിന്റ്, 58 പോയിന്റ് അല്ലേ. ഇവിടെ അല്ലേ ഇപ്പൊ ഇട്ടെ, ഇതെടുത്ത ഈ ഒരു ഗ്യാപ്പിന്റെ താഴെ ഇടുക, കാരണം ഇതൊരു ബ്രേക്ക് ഹെവി ഗ്യാപ്പ് അല്ലേ. സോ ഈ ഒരു ബ്രേക്ക് ഹെവി ഗ്യാപ്പിന്റെ താഴെ കൊണ്ടുപോകാം. നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ SL കൊണ്ടുവിടും. സോ എനിവേ നിങ്ങൾക്കൊരു 10-50 ഒരു 0.25 ആരെങ്കിലും കിട്ടും. അങ്ങനെ ആ ദിവസം ആ ട്രേഡ് തുടങ്ങി. കാരണം ഇത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു വെയിറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു ലെവലിലാണ്. സോ ഇതൊരു ഈസി പീസി ട്രേഡാണ്. അതും നമ്മുടെ ഒരു മാക്രോയിനുള്ളിലുമാണ് നടക്കുന്നത്. 8:50 തൊട്ട് 9:10 വരെ. സോ ഇതെടുക്കുന്നതിന് ഒരു പോയിട്ട്. സോ നമുക്ക് എടുക്കുവാണെങ്കിൽ ഒരു ട്രേഡേ ഉള്ളൂ ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഞാനിവിടെ കാണുന്നില്ല. അത് മിസ്സായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. ഇച്ചിരി താഴോട്ട് വരുമ്പോൾ തന്നെ ഈ ക്യാൻറ്റീനിലെ തുമ്പത്തുകൊണ്ട് ഞാനൊക്കെയാണെങ്കിൽ ഇവിടെ വരും, ഇച്ചിരി വരും. അറിയില്ല, ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു മണ്ടവരം ആണല്ലോ. വേണമെങ്കിൽ അവിടെ പിരമിഡ് ചെയ്യും. അത്രേ ഉള്ളൂ. എന്നിട്ടാണ് ഇത് കയറിപ്പോയി. ഇനി അടുത്ത ദിവസം തോന്നുന്നല്ലേ. ഓക്കെ, അടുത്ത ദിവസത്തോട്ട് നമുക്ക് പോകാം. സോ അടുത്ത ദിവസത്തോട്ട് പോകുന്നതിന് മുന്നേ ഇതല്ലേ അടുത്ത ദിവസം, ഇതാണ് സെപ്റ്റംബർ ട്യൂസ്ഡേ പോയതിന് മുന്നേ നമുക്ക് മൺഡേയിലുള്ള സെൽ സൈഡ്സ് ഒക്കെ നോക്കാം. ഇത് ഇച്ചിരി നല്ല ഒരു മണ്ടയ്ക്കോട്ട് പോയി ഫൈൻ. സോ കാണാൻ പറ്റുന്ന ഇപ്പം ഉള്ള ഒരു സെൽസിന് റിലേറ്റീവ് വീക്കെൻഡ് ദിവസം നല്ല സെൽ സൈഡായിട്ട് കാണാൻ പറ്റും. എല്ലാ ദിവസവും ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സെൽ സൈഡ്സ് എന്ന് വെച്ചാൽ എന്തുമായിട്ട് നിങ്ങൾ ഏഷ്യൻ സെക്ഷനിൽ നിന്ന് ട്രേഡ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു ലണ്ടനിലായിരിക്കുമല്ലോ തുടങ്ങുന്നേക്ക്. ഏഷ്യൻ ലൈവ് ഇവിടെ ഉണ്ട്, ഏഷ്യൻ ഹൈ ഇവിടെ ഉണ്ട്, പ്രീവിയസ് ഡേ എന്താ പറയുക ന്യൂയോർക്ക് ഹൈ ഇവിടെ ഉണ്ട്, സെക്ഷൻ ഹൈ. ഓക്കെ, സോ 1 hour പോവാം. ലണ്ടനിലോ ഏഷ്യൻ ലോസ് ഇവിടെ ഉണ്ട്. സോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഏഷ്യൻ ലോസ് അവിടെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്,
ഇവിടെ ഏഷ്യൻ ഹൈ ഉണ്ട്, പ്രീവിയസ് ന്യൂയോർക്ക് ഹൈ ഇവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ. ഞാനൊരു പ്രീവിയസ് ഡേ ഹൈ എന്നിടാം. ഓക്കെ, നമുക്ക് ഏഷ്യൻ ഹൈ എന്ന് മാർക്ക് ചെയ്യാം. സോ നമുക്ക് നോക്കാം എന്നിട്ട്. ഓക്കെ, സോ നമ്മളിവിടെ ലണ്ടൻ ലോസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ എപ്പോഴും നോക്കുക. 1 അവറിലൊക്കെ ആയിട്ട് എന്തെങ്കിലും, അതായത് നമ്മളിപ്പോൾ ഇവിടാണ് നമ്മൾ ഇവിടാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും പിന്നെ ലെഫ്റ്റിലോട്ട് എപ്പോഴും നോക്കുക. എന്തുവാ ലെഫ്റ്റിൽ നമ്മൾ, അല്ലാതെ ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്ട് കണ്ടിരിക്കില്ല. ഓക്കെ ഫൈൻ. ജസ്റ്റ് നോക്കിക്കോട്ടെ, എന്തെങ്കിലും ഒരു മുമ്പത്തരം ചെയ്യാതിരിക്കത്തില്ല. ഇവിടെ ഉണ്ട്. ഓക്കെ, SMT നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 9 എടുത്തോ. ഇച്ചിരി കൂടെ ഹയർ ആയിട്ടല്ല നിൽക്കുന്നത്. അതായത് SMT ഇങ്ങനല്ല നിൽക്കുന്നത്. SMT അങ്ങനെ നിൽപ്പുണ്ട്. ദാറ്റ് ഈസ് a good thing. Here it will be going to 50-minute chart. എനിക്ക് ജേണൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനതാ ഇങ്ങനെ ജേണൽ ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഫീൽ ബാഡ്. ഓക്കെ, സോ ഞാൻ ഇവിടെ കുറച്ച് സാധനം വരച്ചെത്തി. ഓക്കെ ഫൈൻ, 15 മിനിറ്റ് പോവാം. 15 മിനിറ്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു 3 മണി അവിടെ തുടങ്ങി. ഓക്കെ, 3 മണി പിന്നെ ഇവിടെ ഒരു ഇത് തുടങ്ങി. 3 മണി തുടങ്ങി. ലണ്ടൻ തുടങ്ങുന്ന ഇവിടാണ് തുടങ്ങി. നമ്മുടെ ആ ഒരു അവർലി ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നു. ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓവർ യു ക്യാൻ സേ ആസ് എ ബാലൻസ് പ്രൈസ് റേഞ്ച് റേറ്റ്സ്. ഈ ഒരു വാല്യൂ പിന്നെയും പ്രൈസ് വന്നിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പോയിന്റ് വരെ ടച്ച് ചെയ്തിട്ടില്ല. ദാറ്റ്സ് അഗൈൻ ഗുഡ്. ഈ ഒരു ക്യാൻഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്യാൻഡിലിന്റെ മണ്ടയ്ക്ക് നല്ല ക്ലോസ് ആയിട്ടുണ്ട്. 5 മിനിറ്റ്സിലൊക്കെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഓർഡർ ബ്ലോക്കിലോട്ട് വന്നു, മണ്ടയ്ക്കോട്ടേക്ക് പോകുന്നു. റൈറ്റ്, സോ ഇതിപ്പോ എനിക്കിങ്ങനെ നടന്നോണ്ട് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പറയാന്ന്. പക്ഷേ ഓക്കെ, ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് എന്നൊന്നും പറയുന്നില്ല. ഈ ഒരു കറുത്ത ക്യാൻഡിൽ, അതായത് 3 കറുത്ത ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യും. സോ ജസ്റ്റ് ഡ്രോ ഇറ്റ് ലിറ്റിൽ ബിറ്റ്. 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ അങ്ങനെയാണ്. ഓക്കെ, സോ ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മളിവിടെ വന്നു. ആ ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഫുള്ളൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ 0.5% ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അതായത് ബോഡിയിൽ ഫുൾ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ 0.5ന്റെ മണ്ടയ്ക്ക് തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. സോ there is no this in that. So again ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം പിരമിഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന്. സോ അതിന്റെ 5 മിനിറ്റ് ചേർത്ത് എന്തൊരു കഷ്ടം. ഞാനിത് മാർക്ക് ചെയ്തില്ല അല്ലേ. ഓക്കെ ഫൈൻ, സോ
ചെറിയൊരു ഹൈ ഇവിടെ ഉണ്ട്. ഹൈൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ചെയ്തു. ആ 15 മിനിറ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ വന്നു. ഇതെന്തോ 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യല്ലോ. വിത്ത് 5 മിനിറ്റ് ഓർഡർ. ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സംഭവം കണ്ടോ, ഇവിടെ കണ്ണി കാണാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് ഇത് ഈ ഒരു ഫുൾ ഏരിയ, ഈ ഒരു ഇവിടം തൊട്ട് ഇതുവരെ ഒരു എന്താ സസ്പെൻഷൻ ബ്ലോക്ക് അല്ലേ. ഇപ്പൊ സസ്പെൻഷൻ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞു, അത് ഫുള്ളും പോവും. ഞാൻ കൊണ്ട് നമ്മുടെ സസ്പെൻഷൻ ബ്ലോക്കിന്റെ കളർ ഇട്ട് തരാം. ഓക്കെ, ഇതല്ല ഇതാണ് നമ്മുടെ സസ്പെൻഷൻ ബ്ലോക്കിന്റെ കളർ. ഓക്കെ, 50 മിനിറ്റിന്റെ സസ്പെൻഷൻ ആണ്. ഓക്കെ, സസ്പെൻഷൻ ആണ്. സോ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ ലണ്ടനാണ് പറയുന്നത്, ന്യൂയോർക്കിലോട്ട് പോയിട്ടില്ല. ഓക്കെ, സോ ന്യൂയോർക്ക് എവിടെ തുടങ്ങുന്നത്? ഇവിടെ ആണല്ലേ. ന്യൂയോർക്ക് എനിക്ക് തോന്നുന്നത് ഒന്നും ഇല്ലെന്നാണ്. സോ ഇവിടെ കാണാൻ തോന്നുന്നു. നോക്കാം, നമുക്ക് ന്യൂയോർക്കിൽ പോകുമ്പോൾ നോക്കാം. ഓക്കെ ഫൈൻ. സോ ഞാൻ ഈ സൈഡ് ആദ്യം ഒന്ന് നോക്കിയിട്ട് പറയാം. സോ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരു 5 മിനിറ്റ് ബ്രേക്കർ ഉണ്ട്. അവിടെ ഉണ്ട്. സോ 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് എൻട്രി, അതായത് ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കിന്റെ ഒരു മിഡ് പോയിന്റ് മണ്ടയ്ക്ക് താഴെ പോയിട്ട് ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യും. 5 മിനിറ്റിലാണ് ഓർഡർ എൻട്രി എടുക്കുന്നതെങ്കിൽ ഇവിടെ എടുക്കുക. SL ഓൾമോസ്റ്റ് ഒരു ഇവിടെ കേട്ടാൽ മതി, അതിന് താഴെ കൊണ്ടുവരണമെന്നൊന്നുമില്ല. സോ അതായത് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിലേറ്റീവ് ഹൈസ്റ്റ് എന്ത് ചെയ്യാം, അതിന് എക്സിറ്റ് എടുക്കാം. സോ അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പിരമിഡ് ചെയ്യാം. ഇവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള ഒരു കട്ട്സ് ഇല്ലായിരുന്നു എനിക്ക്. അതായത് ഇവിടെ പിരമിഡ് ചെയ്യാം. പിരമിഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വെക്കുന്നതെന്ന് വെച്ചൊരു ഇച്ചിരി താത്ത് വെക്കും. ഒരു 90 പോയിന്റ് തന്നെ വെച്ച് ഇവിടെ വെച്ചു. എന്തെങ്കിലും പറയാന്ന് വെച്ചാൽ ചില ടൈമിൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ വെക്കണമെന്ന് വെക്കണ്ടെന്ന് പറഞ്ഞില്ല. കാരണം ഇവിടെ നമ്മളൊരു 5 മിനിറ്റ് എന്താ പറയുന്നത് FVG ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു താത്ത് വെക്കും. ഇങ്ങനെ വെക്കും ഒരു 25 പോയിന്റ്. ഇങ്ങനെ വെക്കുന്നവരുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, നാറുകൾ SMD തരാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ഇതങ്ങ് എടുക്കും. അതായത് ചില ട്രേഡേഴ്സ് ഈ താരെ പോയിട്ടുള്ളവന്മാർ ഇതങ്ങ് എടുത്തിട്ട് പിന്നെ മണ്ടയ്ക്ക് കയറും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിരമിഡ് ചെയ്യാം. ഫസ്റ്റ് എൻട്രി പിരമിഡ് എൻട്രി, ടാർഗറ്റ് ഏഷ്യൻ ഹൈ ഫൈനൽ ടാർഗറ്റ്. ഓക്കെ, സോ ഞാൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു 15 മിനിറ്റ് ഇല്ലായിരുന്നോ, അല്ലല്ലോ ഇതേ ഉള്ളായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഇവിടെ 15 മിനിറ്റ് കാണാമെന്നാണല്ലോ. സോ അതായത് അല്ല, ഈ ഒരു 15 മിനിറ്റ് ഉണ്ടല്ലേ, പക്ഷെ ആയില്ല. ഓക്കെ ഫൈൻ. സോ നോ പ്രോബ്ലം. സോ ഇല്ലാത്തത് കണ്ടോ, ഇവിടെ നമ്മൾ പിന്നെ 15 മിനിറ്റ് ഫെയർ വാല്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് 1 മിനിറ്റിൽ പോയി നോക്കാം. സമയം എത്ര നോക്കട്ടെ, 4:10 റൈറ്റ്. സോ ട്യൂസ്ഡേ 4:10 റൈറ്റ്. സോ ഓൾ റൈറ്റ്. സോ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സസ്പെൻഷൻ ബ്ലോക്ക് ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് അല്ലേ മാർക്ക് ചെയ്തത്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കി വെക്കുക. ഓക്കെ, സാരമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കർ കാണാൻ പറ്റും. ഇവിടെ നല്ല ക്ലിയർ സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്, ചെറിയൊരു സെൽ സൈഡ് ഇവിടെ ഉണ്ട്, വോളിയം ബാലൻസ് ഉണ്ട്. വോളിയം ബാലൻസ് നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട്, അതായത് നിങ്ങൾ 1 മിനിറ്റിൽ ഇങ്ങനെ കാണുമല്ലോ. അതായത് ഇവിടെ റിജക്ട് ചെയ്തതിന് മണ്ടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെ പച്ച ക്യാൻഡിൽ തുടങ്ങിയിട്ട് ഇച്ചിരി താരോട്ട് വരുമ്പോഴാണ് ഇവിടെ എടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ 5 മിനിറ്റ് ബ്രേക്കർ ഇവിടെ ഉണ്ട്. ആ 5 മിനിറ്റ് ബ്രേക്കർ വേണേൽ എൻട്രി എടുക്കാം, താരെ കൊണ്ടുവെക്കാം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതാണ് 15 മിനിറ്റ് അല്ലേ. 15 മിനിറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോക്കട്ടെ, കാരണം ഇവിടെ ഇല്ല, എടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ 30 സെക്കൻഡ് വരെ ഇടേണ്ടി വരും.
ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എടുക്കാൻ പറ്റത്തില്ല. 2 ഒപ്റ്റിമൽ എൻട്രി എന്ന് പറയുന്നത് എന്നാ ഇവിടെ നിന്ന് എടുക്കുക ഈ ഒരു മിഡ് പോയിന്റ് റെസ്പെക്ട് ചെയ്യുമ്പോൾ 5 മിനിറ്റ്. 2 എന്ന് പറയുന്നത് ഈ ഒരു 50 മിനിറ്റ് ബ്രേക്കറിൽ. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടാണ് അടുത്ത ക്യാൻഡിൽ തുടങ്ങുന്നത്. ഇവിടെ പതുക്കെയാണ് വരുന്നത്. ഇവിടെ വന്ന് എടുക്കുക. അതുമല്ല നിങ്ങൾക്ക് അതവിടെ എടുക്കാൻ പറ്റുന്ന ഇവിടെ 2 ഫെയർ വാല്യൂ എഫ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടെണ്ണം, ഒരെണ്ണം ബ്രേക്ക് അവേ ഗ്യാപ്പ്, ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കുന്ന ഗ്യാപ്പ് വേണം. ഇവിടെ എൻട്രി ഇടുക. നിങ്ങൾ അതിന്റെ താഴെ കൊണ്ടുപോകണം. ഈ ഒരു ക്യാൻഡിലുണ്ട്, ഇതിന്റെ താഴെ സ്റ്റോപ്പ് ഇട്ടാൽ മതി. 50 പെർഫെക്റ്റ് RR കിട്ടും. ഇത് ഇവിടം വരെ ടാർഗറ്റും വെക്കും. അതല്ല ഏഷ്യൻ ഹൈ ഒന്നും വെച്ചിട്ടില്ലേലും സാരമില്ല. അതിപ്പോൾ നിങ്ങളെ ഇവിടുന്ന് എടുക്കുമെന്ന് വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ എഫ് നിന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ താഴെയൊക്കെ ഇട്ടാൽ മതി. 50 പിപ്പ്, പിന്നെ 50.5 പിപ്പ്. ഓക്കെ, പെർഫെക്റ്റ് കിട്ടും. കണ്ടോ, ആ റിലേറ്റീവ് ഈക്വൽ ഹൈസ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് മതി. അതുമല്ല നിങ്ങളെ ഇവിടുന്ന് എടുക്കുന്നതെങ്കിൽ തന്നെ നല്ലൊരു RR എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എവിടെ ഇടും? ഞാൻ പറഞ്ഞ ഒരു എവിടെ ഇട്ടു? കുഴപ്പമില്ല, 50 ഇട്ടു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിരുന്നല്ല RR കിട്ടും. 4 RR, 4, 3, 7 RR. 1% റിസ്ക് ചെയ്യുന്നെങ്കിൽ രണ്ടെണ്ണത്തോടെ 1%, 4, മറ്റേ 1%, മൊത്തം 7% പ്ലസ് ആയി. $1000 ഒരു അക്കൗണ്ട് ആണെങ്കിൽ $7000, $1,00,000 ഒരു അക്കൗണ്ട് ആണെങ്കിൽ $7000. എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ട്രേഡ് കണ്ടതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് പറയും. ഓക്കെ, തോന്നുന്നു ഫ്രീ മാർക്കറ്റ് ഇവിടെ തുടങ്ങി. ഫ്രീ മാർക്കറ്റ് തുടങ്ങി പിന്നെ 7 മണി തൊട്ടേ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നല്ല പോക്കാണ്, അല്ലയോ? ഈ ഫ്രീ മാർക്കറ്റ് തുടങ്ങിയ പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ടാണ് ഇത് പോയത്. റൈറ്റ്, ഓക്കെ, ഫൈൻ. സോ ഫ്രീ മാർക്കറ്റ് തുടങ്ങി ഓടിച്ചു വിടുവാണ് കേട്ടോ. എനിക്ക് ഇത്ര ഹൈയിലൊക്കെ കയറിയിട്ട് എടുക്കാൻ വലിയ താല്പര്യമില്ലാത്ത 8 ഇവിടെ തുടങ്ങി. റൈറ്റ്, സോ 8 കഴിഞ്ഞിട്ടുള്ള ലോ ഏതാ? 7 മണിയുടെ ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു റിലേറ്റീവ് ഈക്വൽ ലോസ്. റൈറ്റ്, സോ ഈ റിലേറ്റീവ് ഈക്വൽ ലോസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ചെറിയൊരു സ്വീപ്പ് നടത്തിയിട്ടുണ്ട്, താഴോട്ട് പോകുന്നു. ലണ്ടൻ, ഐ മീൻ എന്താ പറയണേ, ഫ്രീ മാർക്കറ്റിന്റെ ഹൈ 7 മണി കഴിഞ്ഞിട്ടും 8:30 മുന്നിലുള്ള ഫ്രീ മാർക്കറ്റ് ഹൈ എടുത്തു. റൈറ്റ്, സോ ഇവിടെ ഹൈ എടുത്തു. താഴോട്ടിരിക്കുക നല്ലൊരു ഫ്ലോപ്പ് കാണാൻ പറ്റും. ഈ ഒരു ബ്രേക്കറിൽ എൻ്റർ ചെയ്യാം. ആൻഡ് താഴോട്ടുള്ള ഈ ഒരു ബ്രേക്കർ ആണെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുവെക്കണമെന്ന് വെച്ചാൽ വേർ ഇസ് ദ മാക്സിമം ദാറ്റ് ഇറ്റ് ക്യാൻ ഗോ, അതാണ് നോക്കേണ്ടത് നിങ്ങൾ. ഇവിടെ ഒരു ഇൻവേർഷൻ ഫെയർ വാല്യൂ അപ്പ് ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഇൻവേർഷൻ ഉണ്ട്. സോ ഇവിടെയൊക്കെ വെച്ചാൽ മതി. 60 BP കൊണ്ടുവെക്കുക. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെക്കുക. 1:1 അത്ര വരെ. ഇത് തന്നെ എടുത്ത് എന്തുവാണ് നിങ്ങൾക്ക് വരും? ഇതൊരു റിയൽ അക്കൗണ്ട് പാസ് ആവുന്ന ആ ഫേസ് മാത്രമുള്ള ഒരു കാര്യം. $1000, 1,00,000 അക്കൗണ്ട് ആണെങ്കിൽ $1000 റിസ്ക്, $1500 എന്താ അവിടെ നിന്ന് ഇറങ്ങും, അത്രേ ഉള്ളൂ. ഇവിടെ വെക്കുക. ഇത് താരം നിങ്ങൾ വെക്കണ്ട. അതിൻ്റെ ഇച്ചിരി ഞങ്ങൾ 1.5 ഇരുന്നോട്ടെ, താരമില്ല, വെക്കണ്ട. അതായത് നിങ്ങൾ ട്രെൻഡിന് എഗനിസ്റ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1:1 തന്നെ കിട്ടി അവിടെ നിന്ന് ഇറങ്ങും, അത്ര തന്നെ. പിന്നെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു പിരമിഡ് എൻട്രി കൊണ്ട് എടുക്കാം. പിരമിഡ് എൻട്രി എടുക്കുമ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടെ നല്ല RR കിട്ടും. ഇവിടെ ഒരു ക്ലോസിങ് കിട്ടി, ഇവിടെ ക്ലോസിങ് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിരമിഡ് എടുക്കാം. വേണമെങ്കിൽ ട്രയൽ ചെയ്ത് താരോട്ട് കൊണ്ടുവരും. ഓക്കെ, പിന്നെ ഒരു 50 പോയിന്റ് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് ഒരു 1:1 RR കിട്ടും. ഓക്കെ, ഒരു 1:1 RR തന്നെ വിളിച്ചു. 2.5 RR കിട്ടി, അവിടെ നിന്നായിരിക്കും തോന്നുന്നു. ഞാൻ പറഞ്ഞ ഈ ഒരു സെൽ സൈഡ് എടുത്തിട്ട് ഏത് സമയത്താണ് എടുത്തത് നോക്കുക. 8:50 തൊട്ട് 9:10 ഇടയ്ക്കാണ്. സോ അതൊരു മാക്രോ ടൈമിംഗ് ആണ്. ഓക്കെ, സോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു അഗ്രസീവ് മൂവ് ആണ്. അതായത് ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും താഴോട്ടൊരു വിക്ക് ഇല്ലാത്ത ക്യാൻഡിൽ. അതായത് ഇതിന് താഴോട്ട് ഇനിയും പോകാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു ക്യാൻഡിൽ. ഓക്കെ, സോ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈടാക്കി, ഇതൊരു ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്കി. സോ ഒന്നേ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് മേലോട്ടേക്ക് എൻട്രി എടുക്കാം. അല്ലേ നമ്മളെ മറ്റേ ഇതെവിടെയായിരുന്നു? അയ്യോ, എത്ര മണിയാ?
അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോറി. ഇവിടെ സെപ്റ്റംബർ മന്തിന്റെ ഹൈ ഇവിടെ ഉണ്ടല്ലേ. സോ സെപ്റ്റംബർ മന്തിന്റെ ഹൈ ഇവിടെ എടുത്തു ഓൾറെഡി. ഒക്ടോബർ മന്തിന്റെ ഹൈ അവിടെ, ജൂലൈ മന്തിന്റെ ഹൈ അവിടെയാ. ഓക്കെ, റെന്റിനനുസരിച്ച് പോകണത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, രണ്ട് രാജ്യങ്ങളെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഒരു യൂണിവേഴ്സൽ ഫെയർവാലി കപ്പ് ഉണ്ട്, പിന്നെ ഈ ഒരു ഫെയർവാലി കപ്പ് ഉണ്ട്. സോ നമ്മളൊരു ലിക്വിഡ് സെൽ സൈഡ് എടുത്തു, അവിടം വരെ പോയി. ആ ഒരു മറ്റേ ഓൾ ബ്ലോക്ക് വരെ പോയി. ഓൺമെന്റിന്റെ കാര്യമാണ് ഞാനെല്ലാം പറയുന്നത് കേട്ടോ. ഈ ഒരു യൂണിവേഴ്സൽ ഫെയർവാലി കപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആണെങ്കിൽ ഇവിടെ നിന്ന് ഞാനൊക്കെ എൻട്രി എടുക്കും ചിലപ്പോൾ. ഇവിടെ നിന്നൊരു എൻട്രി, താഴെ സ്റ്റോപ്പ്, ടാർഗറ്റ്, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് എടുക്കുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കുറച്ച് പാടാണ്. കാരണം ഇതിന്റെ മിഡ് പോയിന്റ് ആണല്ലേ. അല്ല, ഇത് ഫോം ആയിട്ടില്ലല്ലേ, ഡെയിലി ഫെയർവാലി ഫോം ആയിട്ടില്ല ഇതുവരെ. സോ ആ പിരമിഡ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ പിരമിഡ് ചെയ്യത്തില്ല. കാരണം അത്ര നല്ലൊരു പ്രൈസ് മൂവ് അല്ല ഇവിടെ. ഓക്കെ, സോ ഇവിടുന്ന് വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ, സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. താര ലണ്ടൻ്റെ കൂടെ അത്ര നല്ല അല്ലായിരുന്നു ന്യൂയോർക്ക്. ഓക്കെ, സോ ഫൈൻ. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു മണ്ടയ്ക്കോട്ട് പോയിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ട് നല്ല ഒരു മണ്ടയ്ക്ക് പോയി. ജൂലൈ മുന്നിൻ്റെ ഹൈ എല്ലാം എടുത്ത് പിന്നെ നല്ല ഒരു മണ്ടയ്ക്ക് പോയി. എനിക്ക് തോന്നുന്നു ഏഷ്യൻ സെക്ഷൻ നടക്കും. സോ അത് നമുക്ക് വേണ്ട. സോ ഡെയിലി ആദ്യം പോവാം. നമുക്ക് വെനിഷ്ഠയിൽ ഞാൻ ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ ഒരു മൂവ് കിട്ടി ഒരു ദിവസം നിങ്ങൾ ചെയ്യരുത്, അവിടെ പിറ്റേ ദിവസം ചെയ്യരുത്. ഞാൻ ഡയറക്റ്റ്ലി തേസ്റ്റേ. ഓക്കെ, അത് ഞാൻ ചെയ്തില്ല. അത് ഇങ്ങനെ ഒരു നല്ലൊരു ഉള്ള ഹൈ എല്ലാം എടുത്തിരിക്കുന്ന ഒരു ദിവസം ചെയ്തിട്ടില്ല. എൻ്റെ മറ്റേ ഫ്യൂച്ചേഴ്സിൻ്റെ അക്കൗണ്ടിൽ പോയി എൻ്റെ വീഡിയോസ് കണ്ടവരും മനസ്സിലാവും. ഞാൻ തേസ്റ്റേ ബുധനാഴ്ച നല്ലൊരു മൂവ് താരോട്ട് അടിച്ച് കയറിപ്പോയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടു. കാരണം അന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അന്ന് ട്രേഡ് ഇല്ലെന്ന്, നല്ല ട്രേഡ് ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. എനിക്ക് എടുക്കാനാണ് പ്രീ ന്യൂയോർക്കിലായിരുന്നു ട്രേഡ്. ന്യൂയോർക്ക് ഓപ്പൺ ആയിട്ട് നല്ല ട്രേഡ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. നമുക്കപ്പം ഈ ഒരു ദിവസത്തേക്ക് പോവാം. നമുക്ക് കാരണം ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ദിവസം എന്ത് പറ്റും, ഇവിടെ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഉണ്ട്. നമുക്കൊരു ഡെയിലി ലോ എടുക്കാൻ പറ്റുന്ന ഒരു ഡെയിലി ലോ ഉണ്ട്. സോ നമുക്ക് 1 hour പോയി നോക്കാം എന്തെങ്കിലും കിട്ടുന്നുണ്ടോന്ന്. ഞാൻ താഴോട്ട് 2 ട്രേഡ് എടുക്കും. ഓക്കെ, എന്തോ ഇത് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് പ്രീവിയസ് ഡേ ലോ ഫെയർ വാല്യൂ ആപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ കുറേ തവണ പണ്ടുണ്ടെന്ന് പറഞ്ഞൂടെ ഇങ്ങനെ ഒരു സാധനം വരുവാണെങ്കിൽ, അതായത് ഒരു ഷോർട്ട് ടൈം ഹൈനെ എടുത്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഇവിടെ ഹൈ ഉണ്ടാക്കും. ആ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഹൈനെ ഇവിടെ എടുക്കില്ല. ഓക്കെ, എടുത്തില്ലെങ്കിൽ താഴോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു PDR നിങ്ങൾക്ക് എടുക്കാം. ഇന്നലെ ഈ ദിവസം ഒരു ന്യൂസ് എന്തോ ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു തേസ്റ്റേ അല്ലേ, തേസ്റ്റേ എന്തോ ഒരു ചെറിയ ന്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് തോന്നി. തേസ്റ്റേ ജനുവരി 21 തേസ്റ്റയാ. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വലുതായിട്ടൊന്നും ഇല്ല, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഫോർകാസ്റ്റ് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ, വലിയ മൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, സോ ഫൈൻ. നമ്മളെ സോ എനിക്ക് SMT ഇവിടെ ഉണ്ട്, പോയിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. SMT ഉണ്ട്, യൂറോ വീക്കായി തുടങ്ങി. 12 മണി 2 മണി അല്ലേ, 2 മണി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇവിടെ ഒരു SMT ഒന്നും കാണില്ല, അവിടെ ഒരു SMT കാണാറുണ്ട്. ഫൈൻ. സോ അഗൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ
ഞാൻ ന്യൂയോർക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ ഈ ദിവസം. ஆனால் എന്തായാലും രണ്ടും ട്രേഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കോളേജ് കോപ്പൊക്കെ ഉണ്ട് നാശം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ഒരു സെക്കൻഡ് ഗൈസ്. സോ ഗൈസ്, എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട്. സോ ഞാൻ ഇച്ചിരി പെട്ടെന്ന് പോകും. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വലിയായിട്ടൊന്നുമില്ല. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ്ലി ന്യൂയോർക്കിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പെർഫെക്റ്റ്ലി ഞാൻ പറയുകയാണ് താഴോട്ടുള്ള പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഒരു SMT താഴോട്ട് കാണുന്നുണ്ടല്ലോ. കാണാം, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. 10 മണിക്കാണല്ലേ. സോ ഡയറക്റ്റ്ലി going to 50 minutes. 50 മിനിറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സസ്പെൻഷൻ ബ്രേക്കറിനെ വിളിക്കുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ 2 താസ് അപ്രോച്ച് സ്കാൻഡിലൊക്കെ അവിടേക്ക് വന്നു. ഇവിടെ ഒരു 15 മിനിറ്റ് ഫെയർവെൽ ഗ്യാപ്പ് ഉണ്ട്. ഫൈൻ, അഗൈൻ നോ പ്രോബ്ലം. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലേ. സോ നിങ്ങൾ ഈ ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു 50% പോകും. അതായത് ഇവിടെ തൊട്ട് ഇതിൻ്റെ 50% എബോവിന് എന്തൊക്കെ PDRAs ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, റൈറ്റ്. സോ അതിൻ്റെ 5 മിനിറ്റ് ആർ എന്താ ചെറിയ ന്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ന്യൂസിൻ്റെ എനിക്ക് തോന്നുന്നു ഒന്നും വരില്ല. 8:30 ഓർഡർ ബ്ലോക്ക്, അല്ല ബ്രേക്കർ ബ്ലോക്ക് വന്നു, തിരിച്ചു കയറുന്നു. 1 മിനിറ്റ് പോയിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് 5 മിനിറ്റ് ഒന്നും ഇപ്പോൾ കാണാൻ താല്പര്യമില്ല. ഓക്കെ, സോ 1 മിനിറ്റിൽ തന്നെ ഒരു ബ്രേക്കർ ഉണ്ട്. അവിടെ വന്നു കയറാൻ തുടങ്ങി. നമുക്ക് ആ ഒരു 50 മിനിറ്റിൽ പോയിട്ടുള്ള കാര്യം ഇവിടെ പറയാം. ഓക്കെ, നോക്കാം. ഓക്കെ, സോ 50 മിനിറ്റിൽ പോയി. അതിന് മുന്നേ വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ മണ്ടക്കോട്ടുള്ള എന്നാൽ ഇവിടെ 8:30 ഇവിടെ തുടങ്ങത്തില്ലേ. 8:30 ഇവിടെ തുടങ്ങുമ്പോൾ ഇതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ബൈ സൈഡ്. ഈ ഒരു ഫെയർ വരിക അപ്പോൾ ഇല്ല കേസ് ഞാൻ എടുക്കത്തില്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ എടുക്കുന്ന ചാൻസ് ഇല്ല. സോ ഇവിടെ നിങ്ങൾക്കൊരു SMT കാണാൻ പറ്റും. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ അതായത് 10 മണി 9 മണിൻ്റെ ക്യാൻറ്റീനും മുണ്ടയ്ക്ക് പോയി. 10 മണി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 മണീൻ്റെ ഹൈ ഇതാണ്. സോ ഇവിടെ എന്തായാലും താഴോട്ടുള്ള ഇതുണ്ട്, റൈറ്റ്. സോ എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഊമ്പിയ ചാനലിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, സോ നമുക്ക് ഇതിങ്ങനെ ടോങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് ഈ 2 പച്ച കളർ ക്യാൻഡിൽ. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം താഴോട്ട്. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. വേണ്ട, എടുക്കണ്ട. എന്തിനാ വെറുതെ നിങ്ങളെ ഒരു സ്ട്രാറ്റജി. ഇല്ല, ഈ ദിവസം ഞാൻ എടുക്കത്തില്ല. പ്രീവിയസ് ഡേ ലോ എടുത്തു, എന്നിട്ട് മണ്ടയ്ക്കോട്ടേക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടൈം, ഇന്റർമീഡിയറ്റ് ടൈം, അഗൈൻ ഷോർട്ട് ടൈം ഹൈ. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. കാണാൻ പറ്റുന്ന ഒരു ഹൈ ഇവിടെ ഞാൻ കാണുന്നുള്ളൂ, അല്ലാതെ ഇല്ല കേസ്. ഞാൻ ഈ ഒരു ഇത്ര വലിയൊരു എന്താ പറയുന്നത് ലിക്വിഡിറ്റീസ് ഒക്കെ എടുത്തു, അതായത് 2 മന്ത്ലി ലിക്വിഡിറ്റീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുക. ഇതിന് ഫ്രൈഡേയും കൂടെ ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഫ്രൈഡേ ഓപ്പണായി 1 അവർ പോകുന്നു. അടിപൊളി. ഇവിടെ എന്തുണ്ട്, നമുക്ക് ലണ്ടൻ ലോ ഉണ്ട്, ലണ്ടൻ ഹൈ ഉണ്ട്, ലണ്ടൻ ലോ ഉണ്ട്. ഇങ്ങനെ ഇതാണ് ശരിക്കും ഒരു പ്രോപ്പർ എൻട്രി, പ്രോപ്പർ ഡേ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ അവസാനം ട്രേഡ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ നല്ലൊരു പ്രീമിയത്തിൽ നിൽക്കുകയാണ്. നമ്മളതിനെ സെല്ലുമാണ് പോകേണ്ടത്. നമുക്കിപ്പോൾ ഒരു നല്ല സെക്ഷൻ ഹൈ ഉണ്ട്, ഒരു സെക്ഷൻ ലോ ഉണ്ട്. സോ ഇവിടെ 3 മണി പെർഫെക്റ്റ് എൻ്റെ ടൈമാണ്. ഓക്കെ, ലണ്ടൻ ഹൈ, ലണ്ടൻ ലോ. ഓക്കെ, ഫൈൻ. 50 മിനിറ്റ് ഞാൻ പോകുന്നു. നാശം, എന്ത് വിസിബിലിറ്റി ആരടാ ഉണ്ട്. 50 മിനിറ്റ് ഞാൻ പോകുന്നു.
Fine. So 50 million won. Balance BPR range ഇവിടെ ഉണ്ട്. So അവിടെ നിന്ന് ഇതാണല്ലോ. So again, so ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഫൈൻ. സോ ഒരു 9 നോക്കാം. ഓക്കെ, സോ ഈ ഒരു ഫെയർ വാല്യൂ കൺസിഡർ ചെയ്തോളാം. ഓക്കെ, സോ 50 minute ഫെയർ വാല്യൂ ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കാൻ വരില്ല, കാരണം 7 മണിയല്ലേ. സോ ഇവിടെ ഒരു ബ്രേക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഇൻവേർഷൻ ഉണ്ട്. ഇൻവേർഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാമോന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം എന്നാലും എന്നൊക്കെ. തൊട്ടില്ല എന്നാന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ. സോ 1 minute പോവാം. 7 മണി തുടങ്ങി. സോ ഈ ഒരു ലോ ഫസ്റ്റ് പെർസെൻറ്റേജ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലോ ആയിട്ട് നല്ലൊരു ലോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ലോ ഇവിടെ ഒന്നും ഒരു വാങ്ങാത്തൊരില്ല. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം പറ്റും, ഒന്നും ഫസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തില്ല. ഓക്കെ, സോ കിട്ടി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു 1 minute ആ കട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോണ്ടല്ലോ അത്ര പീക്ക് സാധനമാണിത്. എൻട്രി ചെയ്യുക, ഇവിടെ വല്ലതും വെക്കും, കാരണം അതിന്റെ മണ്ടയ്ക്ക് എന്തോ പോയാൽ നിങ്ങൾ നോക്കണ്ട, പോയാൽ ഇതാക്കണ്ട, കാരണം ഇവിടെ ഒരു സസ്പെൻഷൻ വോളിയം ബാലൻസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങളൊരു 1% ഞാൻ ചെയ്യത്തില്ല, ഒരു 0.5 വെച്ചെടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇത്ര വെച്ചാൽ മതി, കാരണം ഇതൊരു ഓർഡർ ഇതായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ വെക്കും, നല്ലൊരു ലോ ആണിത്. അതല്ല നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നുണ്ട്, ഇവിടെ വെച്ച് പിരമിഡ് ചെയ്യാം, ഈ ഒരു ലോ വെച്ച് പിരമിഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലീൻ ആയിട്ട് അങ്ങ് ചെന്നിട്ടുണ്ട്, അതായത് പെർഫെക്റ്റ്. പിന്നെ ഞാൻ ഇവിടെ നോക്കി, ഓക്കെ ഇതല്ലേ. സോ ഇവിടെ ഒന്നും ഇല്ല അല്ലേ. സോ ഇത്രയുള്ള കാര്യം ഞാൻ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഈ ആഴ്ച നോക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഐ തിങ്ക് ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. ഇച്ചിരി ലാസ്റ്റ് ഇച്ചിരി ഫാസ്റ്റ്, എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ, അല്ലാതെ എനിക്ക് നിർത്തി പോകണമെന്നൊന്നും ഉണ്ടായിട്ടല്ല. Okay, please understand. So I think that's all for the video, guys. So I hope you hope you're doing good. ഞാൻ പറഞ്ഞു, മൺഡേ നല്ലൊരു ദിവസമായിരുന്നു, പിന്നെ ഈ ഫ്രൈഡേ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു, പിന്നെ ഇതിനിടയ്ക്കുള്ള മറ്റേ ഞാനൊരു എന്താ പറഞ്ഞ വെരിഷ്ടിയോ ദേഷ്ടിയോ എന്തോ ഒരു ദിവസം പറഞ്ഞില്ലേ, അത് നല്ല ദിവസമായിരുന്നു. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ഗൈസ്.